അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നിവിടെ പറയാൻ പോകുന്നത് വാട്സപ്പുകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ്. 1 മിനിറ്റും 39 സെക്കൻഡുമുള്ള ഒരു വോയിസാണ്, വാട്സപ്പ് വോയിസ് നോട്ടാണ്. നമുക്ക് എന്താണ് അതിൽ പറയുന്നതെന്ന് കേൾക്കാം. ആ പറയുന്നതിലെ തെറ്റും ശരിയും എന്തൊക്കെയാണ് എന്നുള്ളത് വിശകലനം ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. വോയിസിലേക്ക് വെറുതെ ക്ലിപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണ്ട, വെറുതെ നടക്കേണ്ട ആവശ്യമില്ല. ആശയപരമായിട്ട് ആദർശപരമായിട്ട് ചർച്ച ചെയ്യേണ്ടത് വരും. അങ്ങനല്ലേ? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഒരു മുസ്ലിയാരുടെ വോയിസ് ആണത്. അദ്ദേഹം പറയുന്നത് വെറുതെ നിങ്ങളിങ്ങനെ ക്ലിപ്പ് ഇട്ടും കൊണ്ട്, ഏതാ ക്ലിപ്പ് എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. ആ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ ഓലിക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, ഈ ഇസ്മായിൽ ബീസിയുടെ മുള്ളൂർക്കരക്കും അതുപോലെ പേരോടിനൊക്കെ ഇരിക്കപ്പുറത്തി ഇല്ലാത്ത പോലത്തെ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഒരു അവസ്ഥയാണ്. എന്നാലും എനിക്ക് പോകില്ല. എന്തായാലും ഇവിടെ പറഞ്ഞത് വെറുതെ ക്ലിപ്പുകൾ ഇട്ട് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ആദർശം കൊണ്ട് നേരിടി എന്ന് പറഞ്ഞു. ഏത് മുസ്ലിയാരാണ് ആദർശം കൊണ്ട് നേരിടാറുള്ളത്? ഈ AP വിഭാഗം മുസ്ലിയാക്കന്മാരുടെ ഒരുവിധം എല്ലാവരുടെയും വീഡിയോ ചെയ്യുന്ന ഇസ്മായിൽ ബീസിനെയും കൊണ്ട് ഈ മുസ്ലിയാക്കന്മാരെ ആദർശത്തെ നേരിടാൻ കഴിയാത്തത് കൊണ്ടല്ലേ എൻ്റെ വീഡിയോക്ക് റിപ്പോർട്ട് അടിച്ചിട്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടൊക്കെ അല്ലേ അവസാനിപ്പിക്കുന്നത്. ഞാൻ പറയുന്ന ആദർശമാണെങ്കിൽ ഇല്ല, ഞാൻ പറയുന്നത് ആദർശമല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള ആ ഒരു ചങ്കൂറ്റം കാണിക്കണ്ടേ. എന്തായാലും ഇവിടെ പറഞ്ഞത് ആദർശം കൊണ്ട് നേരിടുക, ക്ലിപ്പേട്ട് നടക്കണ്ടെന്നാ പറഞ്ഞത്. ക്ലിപ്പും വേണം ഒരു കുടുങ്ങിയിരിക്കണത് ഇപ്പോൾ. ശരി, എന്താ പറഞ്ഞു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ പറഞ്ഞു, റബിയ തങ്ങൾ സൽനി എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഇന്നാലിനെ അത് ഇത് മാത്രമേ ചോദിച്ചാൽ പാടുള്ളൂ, മറ്റേ ചോദിക്കണ്ടെന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുന്ന പറഞ്ഞത്. അപ്പൊ റബീ തങ്ങൾ ചോദിച്ചില്ലേ, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിൽ തങ്ങളുടെ കൂടെ ഒരു സീറ്റ്. അപ്പൊ റബിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആഗ്രഹം ചോദിക്കട്ടെ എന്നൊരു സാഹചര്യം വന്നപ്പോൾ പ്രവാചകർ പറയുകയാണ്, എന്താണ് റബിയ താങ്കളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്കും വരണം എന്നുള്ളതാണ് റബിയ തങ്ങളുടെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അതിലെന്താണ് തെറ്റ്? അതിലെവിടെയാണ് ശിർക്ക് വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആ ഒരു പ്രശ്നം അതിലെവിടെയുള്ളത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മളും നിങ്ങളുടെ കൂടെ എനിക്കും സ്വർഗത്തിലെത്തുവാൻ അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? ഞാൻ എന്ന് പറയുന്നു, നിങ്ങൾക്കൊക്കെ പറയാവുന്നതാണ്. ജന്നത്തുൽ ബഖീയിൽ ഒരു സമയത്ത് ജന്നത്തുൽ ബഖീ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവെ എനിക്ക് ഇവിടെ ഒരു 6 അടി മണ്ണ് തന്ന് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവോടാണ്. ഓക്കെ, അതിലേക്ക് വരാം. അതേപോലെ തന്നെ അള്ളാഹുവെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമുഖം കാണുവാൻ സ്വർഗത്തിലേക്ക് എത്തിക്കണേ, അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളുടെ ഭാഗമാണല്ലോ. അതിലെന്താ തെറ്റ്? ഇനി റബിയ തങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവോട് നേരിട്ട് കാര്യങ്ങൾ സംവദിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ഒരാളായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങയോടൊപ്പം സ്വർഗത്തിലെത്താനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ തെറ്റ്? ഇനി അത് മാത്രമല്ല, റസൂലുള്ള അങ്ങനെ ചോദിച്ചപ്പോൾ എടുത്തിട്ട് എന്നാ അനക്കൊരു ടിക്കറ്റ് എന്ന് പറഞ്ഞോ? ഇല്ല. ഇനി ഇതിൻ്റെ ബാക്കിയിൽ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ വരുന്നുണ്ട്, അത് നമുക്ക് പറയാവുന്നതാണ്. എന്നാൽ റസൂലുള്ള പറഞ്ഞത് എന്താണ്? നീ സ്വർഗത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കുക. ഇത് നിസ്കരിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് എന്നെ സഹായിക്കുക എന്നുള്ളൊരു കാര്യമല്ലേ പറഞ്ഞത്. അതിലെന്താണ് തെറ്റുള്ളത്? റസൂലുള്ളാഹിനോട് സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, അങ്ങയോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത്. ഇതേ ഒരു വിഷയം ഈ സ്ത്രീ പള്ളി പ്രവേശനം എന്നുള്ള ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. ഒരു സ്വഹാബ വനിത ഒന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബെ താങ്കളുടെ പിന്നിൽ മഅ്മൂമായിക്കൊണ്ട് നിസ്കരിക്കുവാനാണ്, താങ്കളുടെ പള്ളിയിലെ ജമാഅത്തിൽ നിസ്കരിക്കുവാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആ ഇഷ്ടം അത് മറ്റൊരർത്ഥത്തിലാണ് നിനക്ക് നിൻ്റെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണെന്ന് പറഞ്ഞത്. എല്ലാ സ്വഹാബ വനിതകളോടും അത് പറഞ്ഞിട്ടില്ല. എന്തായാലും അത് വിശദീകരിച്ച വീഡിയോ നീണ്ടുപോകും. ഇതിൽ ഇനി കുറേ തട്ടിപ്പുകൾ പറയുന്നുണ്ട്, കേൾക്കാം നമുക്ക്. കേട്ടോക്കാം, പറയും മൂല്യരെ. അപ്പോൾ അത് ഞാനല്ലേ ഷിർക്കാവൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കാരണം അള്ളാഹിനോട് ചോദിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാണ്. എവിടെയാണ് അതിൽ അള്ളാഹിനോട് ചോദിക്കുന്നത്? റസൂലുള്ളാഹിനോട് ചോദിച്ച്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോടൊപ്പം സ്വർഗത്തിലെത്തുവാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതിന് നീ എന്നെ സഹായിക്ക്, നിനക്ക് എന്നോടൊപ്പം സ്വർഗത്തിലെത്താൻ നീ എന്നെ സഹായിക്ക്, അതിനുള്ള
മാർഗമല്ലേ പറഞ്ഞു കൊടുത്തത്. അത് നിങ്ങളും ചെയ്തോളി, ഞാനും ചെയ്യാം. ആ സ്വർഗത്തിലെത്താന് എന്താ വേണ്ടെന്നുള്ളത് നമുക്കൊക്കെ പറഞ്ഞു തന്നൊരു ഹദീസായിട്ട് അത് മനസ്സിലാക്കാനുള്ള മൂളല്ലെങ്കിൽ എന്താ ചെയ്യുക? പറ. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഷിർക്കാവും എന്നാണ് നിങ്ങൾ പറയുന്നത്. സുന്നികൾക്ക് ഒരു സുന്നി അവിടെ കട്ടെ, ഒരാളും പറയണില്ല അങ്ങനെ. എന്തിനായി നുണ അറിയണത്? അത് ഷിർക്കല്ലാന്ന് അത് വിശദീകരിച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് ഷിർക്കും തൗഹീദും തിരിഞ്ഞിട്ടില്ല. ഓക്കെ. എന്താണ് സുന്നി? എന്താണ്? സുന്നികൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട് എന്ത് വിഷയങ്ങൾക്കും. ഈ സുന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം സ്വഹാബത്തെ കിറാമും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം പിന്നീട് വന്ന മുഅ്തസിലിയാക്കളായ, റാഫിളിയാക്കളായ, ഖവാരിജുകളായ, അതുപോലെ തന്നെ പിഴച്ച ഷിയ വിശ്വാസക്കാരായ അവരെന്തൊക്കെ കെട്ടിണ്ടാക്കിയിട്ട് തലയിലേറ്റി കിടക്കണം. അതുപോലെ നിങ്ങളൊരു തലയിക്കെട്ടും കെട്ടിയിട്ട് തെരികയാണത്. വിധത്തായിട്ടാണുള്ള തെരികയാണ് വിറ്റുള്ള തലമുള്ളത്. കാരണം സ്വർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ ഒരു അധികാരം ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ള കൊടുത്തിട്ടുമില്ല. അതിനു വേണ്ടി നീ എന്നെ സഹായിക്കുക, ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ മൂല്യരെ ഈ മനുഷ്യന്മാരെ എങ്ങനെ പേപ്പിക്കണത്? കുത്തിത്തിരിപ്പല്ലാണ്ട് വേറൊന്നുമില്ല നിങ്ങളെ കയ്യിൽ. പറ. അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് അതിനുള്ള. അതല്ലേ സിദ്ദീഖും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്നൊക്കെ പറഞ്ഞ സ്വർഗം. അതാണ് തരേ. അപ്പൊ ഈ ഹദീസും എന്താണെന്നുള്ളത് ഈ ചെങ്ങായിക്ക് അറിയില്ല. ഇതെന്ത് മൂല്യരാണ്? മൂല്യന്മാരാകുമ്പോൾ കുറച്ചെന്തെങ്കിലുമൊക്കെ ഒരു വിവരം ബോസും വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിണറിൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നുകൊണ്ട് പറയുകയാണ്, അബൂബക്കറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലി ഇബ്നു അബി ത്വാലിബും ഫിൽ ജന്ന റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അതല്ലേ റസൂലുള്ള ബരി എടുത്തു പറഞ്ഞത്? അള്ളാഹ് അറിയിച്ചു. അള്ളാഹിന്റെ ഹബീബിന് ആരൊക്കെയാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആരൊക്കെയാണ്, 10 സ്വഹാബികൾ ആരൊക്കെയാണ് എന്നൊക്കെ വന്നിട്ട് ജിബ്രീൽ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം റസൂലുള്ള ഓലെടുത്തും പറഞ്ഞു. അതിനെന്തിനാണ് നിങ്ങൾ റസൂലാണ് അബൂബക്കറെ അണക്കുന്ന 1.5 സ്വർഗം, ഉമറെ അണക്കുന്ന ഒരു 3-4 എടുത്തോ, അങ്ങനെയല്ല പറഞ്ഞിട്ട് മൊയ്ലിയരെ. ആ ഹദീസ് നേരെ പോയിട്ട് അതിൻ്റെ അവതരണ പശ്ചാത്തലം അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു. ഇനിയിപ്പോൾ ആയത്താണെങ്കിലല്ലേ സബൂൻ നുസൂലും. എന്നാൽ ഒരു ഹദീസ് എവിടെ, ഏത് സന്ദർഭത്തിൽ, എന്തിനു പറഞ്ഞു, ആരൊക്കെ കേട്ടു, എത്ര ആൾ റിവായത്ത് ചെയ്തു എന്നുള്ളതൊക്കെ അത് ഖുർആന്റെ നെസ്സിനെതിരാണോ? അള്ളാഹിൻ്റെ റസൂലിന് സ്വർഗം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ റസൂല് സ്വർഗം കൊടുത്തിട്ടുമില്ല. അത് സ്വഹീഹായി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖുർആനെതിരല്ല ഹദീസ്, ബുദ്ധിക്കും എതിരല്ല ഹദീസ്, സനത് മുറിഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ മത്തിനിന് ഒരു പ്രശ്നമില്ല. അത് സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിൻ്റെ റസൂൽ ആയിരിക്കും അവിടെ സ്വർഗം. ഈ കപ്പലണ്ടി ഇല്ലേ, ഞങ്ങളവിടെ നിലക്കടല അറിയും, ഒരു ഇങ്ങനെ കുമ്പിളുത്തിയിട്ടുള്ളൊരു ഇതിൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും, പണ്ടൊക്കെ നമുക്ക് 1 രൂപയ്ക്കും 50 പൈസക്കൊക്കെ കിട്ടിയിരുന്ന ആ പൊതിപ്പിന്ന് 10 രൂപയാണ്. അങ്ങനെ പൊതിഞ്ഞു കൊടുത്തിട്ടില്ല സ്വർഗം. ഞാൻ പറഞ്ഞതാ, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇറച്ചിയാണെങ്കിൽ, അത് ബീഫ്, അതുപോലെ തന്നെ മീൻകാരനൊക്കെ വരുമ്പോൾ നമ്മളവിടെ ഒരു മെയ്തിങ്കാക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം MIT ഒക്കെ ആയിട്ട് മീൻ വിറ്റുകൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തെറ്റിയിരിക്കും. ഒരു വിഷയത്തേക്ക് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു സൈക്കിളായിരുന്നു, വലിയ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു കൊട്ടയും വെച്ചിട്ട്, പെട്ടിയും കൂടിയല്ല, ഒരു ചൂരക്കൊട്ട. എന്നിട്ട് അതിൽ മീനും ഇങ്ങോട്ട് ഇങ്ങനെ വരും. ഈ മീൻ കൊടുക്കാൻ ഇന്നൊക്കെ സാമ്പാർ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മത്തിക്കവർ സാമ്പാർ കിറ്റ് എന്നൊക്കെ പറഞ്ഞ കവറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എന്നാലന്ന് ഈ തേക്കിൻ്റെ ഇല ഉണ്ടല്ലോ, തേക്ക് മരത്തിൻ്റെ ഇല 1-2 ഇല കൊണ്ട് വെച്ചിട്ട് അതിലേക്ക് മീനിട്ടിട്ട് ഒരു വാഴൻ്റെ നാരോ എന്തെങ്കിലും എടുത്തിട്ട് ചുറ്റിയിട്ടാണ് മീൻ കൊടുക്കുക. അതേപോലെ തന്നെയായിരുന്നു ആ കാലത്ത് നമുക്ക് ഇറച്ചി കിട്ടിയിരുന്നത്. ബീഫ്, അതിന് ബഫല്ലാണ്, പോത്താണെങ്കിലും മൂരിയാണെങ്കിലും പശു ഇറച്ചിയാണെങ്കിലും ആടിറച്ചിയാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടിയിരുന്നത്. അന്നത്തെ കാലത്ത് പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഈ ബ്രോയിലർ ചിക്കൻ അന്നത്തെ കാലത്ത് കൂടുതലായിട്ടില്ല, നാടനാണല്ലോ. അപ്പോൾ അതിൻ്റെ കട ഞങ്ങളവിടെ ആ കാലത്തൊന്നുമില്ല. ഈ തേക്കിൻ്റെ ഇലയിലും പൊടിയണ്ണിൻ്റെ ഇലയിലും ഒക്കെ മീൻ പൊതിഞ്ഞു കൊടുക്കുന്ന കാലത്ത് ഉള്ള കഥയെ പറഞ്ഞത്. അതേപോലെ പൊതിഞ്ഞു കൊടുത്തു എന്നാണോ ഈ മൊയ്ലിയാർ പറഞ്ഞു. എന്താ മൊയ്ലിയാർ, എങ്ങൾക്കൊക്കെ എന്നാ ഞാൻ അന്തം മുളക്കുക? ബാക്കി കുറച്ചും കൂടി പറഞ്ഞാച്ച്. സ്വർഗത്തിന്റെ 10 ആളുകളെ എണ്ണിയില്ല, അശറത്തുൽ മുബശ്ശിരീങ്ങൾ. ആരാ എണ്ണിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെയ്യുക, എന്നോട് മോശപ്പെട്ട വാക്ക് പറയരുതേന്നും പറഞ്ഞിരിക്കണു. എനിക്കാണെങ്കിൽ അത് പറയാതെ ഇരിക്കാനും പറ്റൂല. എൻ്റെ പൊട്ട അള്ളാഹു അറിയിച്ചാൽ പിന്നെ ആരാ എണ്ണുക? അള്ളാഹിൻ്റെ റസൂലിനെ എണ്ണേ.
അഷ്റത്തുൽ മുബശ്ശിരീൻ്റെ പേര് എണ്ണിയില്ലേ, അത് അള്ളാൻ്റെ റസൂലല്ലേ എണ്ണിയത്. അള്ളാഹു ഇങ്ങനെ മത്തി പോഞ്ഞു കൊടുത്ത മാതിരി തേക്കിൻ്റെ ഇലയിൽ സ്വർഗം പോഞ്ഞു കൊടുത്തിരിക്കാൻ അപ്പോൾ ഈ ചങ്ങായി കരുതിയിരിക്കണേ. പ്രിയമുള്ളവരെ, അള്ളാഹു ഈ അഷ്റത്തുൽ മുബശ്ശിരീൻ എന്ന് പറയപ്പെടുന്ന 10 സ്വഹാബികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത് അള്ളാഹു ആണ്. കാരണം എന്താണെന്നറിയോ? അള്ളാൻ്റെയാണ് സ്വർഗം, റസൂലുള്ളാൻ്റെ അല്ല സ്വർഗം. റസൂലുള്ള സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കും, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പാപമോചനം ഒരു ദിവസം 100-ൽ ഏറെ പാപമോചനം ചെല്ലുന്നത്? ഇതും കൂടി അറിയില്ലേ? കഴിഞ്ഞു കൊണ്ടു കുറച്ചും കൂടി പറഞ്ഞേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രഖ്യാപിച്ചു, അള്ളാഹ് ഏറ്റെടുത്തു. അങ്ങനെയല്ല, തങ്ങളുടെ ഇഷ്ടം അത് അള്ളാന്റെ ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും മനസ്സിലായത്? അള്ളാന്റെ റസൂൽ ഇവിടെ പറഞ്ഞത് കാരണം അള്ളാഹ്ക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നൂന്നാ. എന്താ ചെയ്യാ? വാപ്പ ലേലം വിളിച്ചു, പൈസ മകൻ കൊടുക്കുന്ന പറഞ്ഞ പോലെ അതൊക്കെ ഇവർക്ക് അറിയുള്ളേ. ഓക്കെ, ഇവിടെ ഒരു കാര്യം, ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വസൂരി, അത് ദണ്ണം രോഗങ്ങള്, വബാ പ്ലേഗാണ് തോന്നുന്നുണ്ട്, അതെ വസൂരി. ഈ രോഗങ്ങളൊക്കെ നബിതങ്ങളെ ബർക്കത്തുകൊണ്ട് മാറ്റിത്തരണേ യാ റബ്ബന എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ ഇവർ കാട്ടിയത്? ഈ പറഞ്ഞ പോലെ നബിതങ്ങളെ ബർക്കത്ത്, അള്ളാഹ്ക്ക് പതിനൊന്നും കഴിയില്ല. നബിതങ്ങളെ ബർക്കത്ത് ഉണ്ടെങ്കിൽ ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ് ചങ്ങായിമാരെ. പിന്നെ വേറൊന്ന്, ഞാൻ ആ ലൈവില് പറഞ്ഞൊരു വരിയുണ്ട്, അതിങ്ങനെയാണ്: ചൂട് പെരുത്ത താറമ്മേൽ ഞാൻ നിൽക്കുന്നാൽ ചൊക്കർ മോഹിയദ്ദീൻ കാവേലിയേകല്ല. പൊട്ടപ്പോയത്തം. എങ്ങനെ? അത് ഒരു റീലാക്കാന്ന് പറഞ്ഞിരുന്നു, ഇൻഷാല്ലാ കഴിഞ്ഞിട്ടില്ല. അബദ്ധത്തിലാണ് പറയണത്. ചൂട് പെരുത്ത തറ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പാച്ച നോണ എഴുതി വെച്ചിട്ടുള്ള പാള കിതാബിലുള്ള വരിയാണത്, മുഹിയുദ്ദീൻ മാലയിൽ. അതിൽ പറയണത് ചൂട് പെരുത്ത തറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്ശറയാണ്. മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് ചൊക്കർ മുഹിയുദ്ദീൻ, തമിഴൻ്റെ മാലയാണല്ലോ, അപ്പോൾ കുറച്ച് തമിഴും ഉണ്ടാവും, അതാണ് ചൊക്കർ. ചൊക്കറും പൊക്കറും ഒക്കെ ഉണ്ടായില്. ചൊക്കർ മുഹിയുദ്ദീൻ കാവല് ഏകല്ലാന്ന്. ഇത് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ കാവല് ആരോടാ ചോദിക്കുന്നത്? അള്ളഹാനോട്. എവിടെ? അള്ളാൻ്റെ റസൂല് പോലും സുജൂദിൽ വീണുകൊണ്ട് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിൻ്റെ വിചാരണ എളുപ്പമാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് സുജൂദിൽ വീണ ആ ചൂട് വരുത്ത തറയുടെ കാര്യമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ഇവരെ മൊയ്തീമാലയൊക്കെ എടുത്തിട്ട് തോട്ടിൽ കളയണ്ടേ സഹോദരന്മാരെ. അപ്പോൾ ഈ പറഞ്ഞ ഈ വോയിസ് വാട്സപ്പിലൂടെ വല്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ട് പറഞ്ഞു. എനിക്ക് 3-4 ആൾ അയച്ചു തന്നിരുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ ഇതിനൊക്കെ മറുപടി പറയണത്? വിവരമില്ലാത്തവൻ്റെ വിവരക്കേട് നീ എന്താ ഇപ്പോൾ ചെയ്യുക? എന്തായാലും സഹോദരന്മാരെ അയച്ചു തന്നാണ് മറുപടി പറയണമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് പറഞ്ഞാണ് ഒരു അടിസ്ഥാനമല്ല. ഓൻ എന്തൊക്കെ ബാലരമയും ഡിങ്കം കഥയും മായാവിക്കഥയും കബീഷ് കുട്ടൂസൻ ഡാഗിനി അതുപോലെ തന്നെ വേറെ ആരാണ് ലുട്ടാപ്പി കഥകളൊക്കെ വായിച്ചിട്ട് ആണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് പൊന്നു സഹോദരന്മാരെ നിങ്ങളെടുത്ത് എനിക്ക് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. പ്രശ്ന കലുഷിതമായിക്കൊണ്ട് നടക്കുന്ന ലോകത്ത് പല വിധത്തിൽ ആക്രമിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ ദുആ ചെയ്യുക. അതുപോലെ തന്നെ പല നാടുകളിൽ, സുഡാൻ പോലെയുള്ള നാടുകളിലൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ, കലഹങ്ങൾ, കലാപങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഫലസ്തീനിൽ വർഷങ്ങളായിട്ട് 2 വർഷത്തിലും മേലെയായി കൊടിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സഹായം അവർക്കൊക്കെ ലഭിക്കട്ടെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നോൺ സ്റ്റോപ്പ് റിയാക്ഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണ വീഡിയോകൾക്ക് ഇവിടെ ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചാനലുകൾ പലതരത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും സപ്പോർട്ടും സഹായവും ഒക്കെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.